ചിരിയുടെ വഴികളിലൂടെ നടക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഇന്ന് നമ്മുടെ അതിഥി. നർമ്മം തുളുമ്പുന്ന പത്രലേഖനങ്ങളിൽ തുടങ്ങി സീരിയലുകൾക്ക് തിരക്കഥ എഴുതി സിനിമയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു എഴുത്തുകാരൻ ശ്രീ കൃഷ്ണ പൂജപ്പുര. നമസ്കാരം. നമസ്കാരം. ചിരി എന്ന് പറയുന്നത് ഒരു വലിയ സിദ്ധിയാന്ന് പറയാറുണ്ട്. ചിരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതിലും വലിയ സിദ്ധിയാണ്. ചിരിയുടെ എഴുത്തെന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രയാസം പിടിച്ച ഒരു ജോലിയാണ്. എന്താണ് എഴുത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? ഞാൻ ചിരി നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു, ആസ്വദിക്കുന്ന, നമ്മളെല്ലാവരും പോലെ തന്നെ, മറ്റാരെയും പോലെ തന്നെ എനിക്കും ചിരി വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ എഴുതുന്നതിൽ നർമ്മമുണ്ടെന്ന്, ഞാൻ എത്രത്തോളം നർമ്മം എഴുതി ചിരിപ്പിക്കാൻ സാധിക്കുന്നു അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഞാനൊരു വലിയ നർമ്മ ആസ്വാദകനായിരുന്നു. സ്വാഭാവികമായിട്ടും ചിരി ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എഴുതി തുടങ്ങിയത് ചിരി ലേഖനങ്ങളൊക്കെയാണ്. അതിലല്പം ചിരിയോ നർമ്മമൊക്കെ ഉണ്ടെന്ന് വായിച്ചവർ പറഞ്ഞു. അങ്ങനെ ഞാൻ അറിയാതെ ഒരു ചിരിയിൽ ഊന്നിക്കൊണ്ടുള്ള ലേഖനങ്ങളും കഥകളും ഇപ്പോൾ തിരക്കഥകളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. സാറ്ററിക്കൽ ജേർണലിസ്റ്റ് എന്നുള്ള ഇതിലാണ് തുടക്കം. അതെ, ശരി. പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതാറുള്ളത്. സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക കാര്യങ്ങളെ നർമ്മത്തോടു കൂടി നോക്കിക്കണ്ട. അതിൽ നർമ്മം ഉണ്ടെന്നോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. അതായത് നർമ്മത്തിൽ എഴുതാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. എല്ലാ വിഷയങ്ങളും വരും. ഈ മടി കൂടാതെ എഴുതുന്നതിൻ്റെ രഹസ്യം എന്താണ് ശരിക്കും? അത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ എഴുതുമ്പോൾ ഞാൻ ഓരോ രീതിയായിരിക്കും. ഞാൻ സ്ഥിരമായിട്ട് എഴുതുന്നത്, എനിക്ക് എഴുതാൻ വളരെ ഇഷ്ടമുള്ള ആളാണ്. ആ എഴുത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ നിരന്തരവും വളരെ അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് പോലും എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട് ഇതെന്തോന്ന് വാരി വലിച്ച് എഴുതുന്നു. പക്ഷേ എനിക്കിങ്ങനെ നിരന്തരം എഴുതാൻ ഇഷ്ടമാണ്. ഞാൻ മെഗാ സീരിയലിൻ്റെ അറിയാം ദിവസവും അതായത് അങ്ങനെയുള്ള 2-3 മെഗാ സീരിയലുകൾ ഞാൻ ഒരേ സമയം എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ തന്നെ അത് തീർച്ചയായിട്ടും ചിലപ്പോൾ പറയുമായിരിക്കും അത് ശരിയല്ല, ആ എഴുത്ത് ശരിയല്ല എന്നുള്ളത്. പക്ഷേ എനിക്കത് വളരെ ഇഷ്ടമാണ്. എനിക്ക് ഇപ്പോൾ തന്നെ വളരെ ചിന്തിച്ചപ്പോൾ ഒരു ലേഖനത്തിന് വേണ്ടിയൊക്കെ ഒരാഴ്ച തന്നാൽ പോലും ഞാൻ അതിൻ്റെ ആ ലേഖനം എഴുതുന്നത് അതിൻ്റെ അവസാന മണിക്കൂറിലായിരിക്കും. പെട്ടെന്ന് എഴുതുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇഷ്ടം. ഇതുപോലെ ഒരുപാട് എഴുതുന്ന ഒരു പത്രപ്രവർത്തകനെ കുറിച്ചുള്ള ഒരു ലേഖനം അടുത്തിടെ വായിക്കാനിടയായി, ഖുഷ്വന്ത് സിംഗ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 3 ബ്ലാങ്ക് പേജ് എല്ലാ ദിവസവും നിറച്ചില്ലെങ്കിൽ ഐ ആം നോട്ട് എലിജിബിൾ ഫോർ മൈ വിസ്കി എന്നാണ്. അപ്പോൾ എഴുത്ത് ഒരു ജീവസന്ധാരണത്തിനുള്ള ഉപായമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞ ഒരവസ്ഥയാണ്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതെ, കൃത്യമായ തസ്തിക പറഞ്ഞാൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിലെ ലോവർ ഡിവിഷൻ ക്ലാർക്കായിട്ട് പ്രവേശിക്കുകയും ഇപ്പോൾ ജൂനിയർ സൂപ്രണ്ട് എന്ന് പറയുന്ന തസ്തികയിലാണ്. ലീവിലാണ്, 10 വർഷമായിട്ട് ലീവിലാണ് ഈ എഴുത്തിൻ്റെ കാരണം. അപ്പോൾ എഴുത്തിപ്പോൾ തൊഴിലിൻ്റെ ഭാഗമാണോ കലയുടെ ഭാഗമാണോ ഒന്നൊന്നും ഞാൻ അതിനെക്കുറിച്ച് അതിലേക്ക് കൊണ്ട് മനസ്സിട്ടിട്ടില്ല. എഴുതാനുള്ള അവസരങ്ങൾ കൃത്യമായിട്ട് വരുന്നു. അതങ്ങ് ഞാൻ ആസ്വദിക്കുകയോ ഞാൻ ആസ്വദിക്കുമ്പോൾ ഇനിയിപ്പോൾ കാണുന്നവർക്ക്, പ്രേക്ഷകർക്ക് ആസ്വാദനം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവർക്ക് എന്താണ് അഭിപ്രായം എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനത് എനിക്ക് കൃത്യമായിട്ട് അത് വലിയ ഒരു രസമായിട്ട് എടുക്കാനാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ടാണ് നിരന്തരമായിട്ട് എഴുതുന്നത്. സീരിയൽ എഴുതുന്ന സമയത്ത് കുറച്ചൊക്കെ നമ്മുടെ ഭാവന പരിമിതപ്പെടുന്നൊരു തോന്നലുണ്ടാവുന്നില്ലേ? പലപ്പോഴും പല കോംപ്രമൈസുകൾ നടത്തേണ്ടി വരാറുണ്ടെന്ന് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നുന്നു ദൃശ്യമാധ്യമം, ഇപ്പോൾ ലേഖനം ഞാൻ എഴുതുന്ന, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലേഖനം പോലും നമ്മളൊരു മാധ്യമമാണെങ്കിൽ ആ മാധ്യമത്തിന് ചിലപ്പോൾ ചില ആശയങ്ങൾ കാണും. അപ്പോൾ ഒരു പ്രത്യേക മാധ്യമത്തിലാണെങ്കിൽ ചിലപ്പോൾ ആ മാധ്യമത്തിൻ്റെ ആശയങ്ങളോ താല്പര്യങ്ങളോ ഒക്കെ കൂടി കുറച്ചൊക്കെ ഒന്ന് കണക്കിലെടുത്തുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അതിലെ ഒരു ലേഖനമോ മറ്റോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതല്ലാത്ത മറ്റൊരു മാധ്യമത്തിൽ വരുമ്പോൾ കുറച്ചൊക്കെ ഒത്തുതീർപ്പുകൾ, കുറച്ചൊരു സിനിമയാകുമ്പോൾ അങ്ങനെയാണ്. കാരണം എൻ്റെ മാത്രം ഇതല്ല, സംവിധായകൻ്റെ കലയാണ് സിനിമ. സംവിധായകൻ, തിരക്കഥാകൃത്ത്, ക്യാമറാമാൻ, അവരുടെ പലരുടെയും കൂടെ കൂടിച്ചേരലാണ്. അപ്പോൾ ഒരാളിൻ്റെ മാത്രം ഇതാണ് ശരിയെന്ന് ഒരിക്കലും ഒരാൾക്ക് പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എഴുതുമ്പോൾ ഇതായിരിക്കും നല്ല സീനെന്ന് ഞാൻ വിചാരിക്കുന്നത് മറ്റൊരാളിൻ്റെ ഒരു നല്ല നിർദ്ദേശം വരുമ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ നന്നാകും. അപ്പോൾ പലരുടെയും അത് ആശയങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ട് പല ഒത്തുതീർപ്പുകൾ സ്വാഭാവികമായിട്ടും. ഒരു സിനിമ ഇപ്പോൾ ഞാൻ എഴുതുന്നത് ഒരു കച്ചവട സിനിമയുടെ ഭാഗമായിട്ടുള്ള തിരക്കഥകളാണ് കൂടുതലും എഴുതാമെന്നുള്ളത്. അപ്പോൾ അത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ള ഇതുണ്ട്. ഒരു താരം ഇന്നതായിരിക്കണം എന്നൊക്കെ നേരത്തെ ചില തീരുമാനങ്ങളുണ്ടാകും. അതിൽ ഇന്ന ഘടകങ്ങൾ, ഇത്ര പാട്ട് ഉണ്ടായാൽ കൊള്ളാമെന്ന് അഭിപ്രായം വരും. വിതരണം ആകുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്. അതൊക്കെ ചേരുവകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലല്ലാതെ ചില കോംപ്രമൈസുകൾക്ക് വഴങ്ങേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. താരതമ്യേന സ്വതന്ത്രം എന്ന് പറയാവുന്ന അച്ചടി മാധ്യമത്തിലെ എഴുത്തിൽ നിന്ന് ദൃശ്യമാധ്യമത്തിലെ എഴുത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? വിജയ് തമ്പിയാണ് ആദ്യം വിളിച്ചത് മഹാത്മാഗാന്ധി കോളനി എന്ന് പറയുന്ന സീരിയലിന് വേണ്ടി. ഞാൻ മറ്റേതിൽ എങ്ങനെയാണോ എഴുതിയിരുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് മാറുന്നു എന്നുള്ള സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിൽ മാറുന്നു എന്നല്ലാതെ ആശയങ്ങൾക്കോ മറ്റൊന്നിനും വലുതായിട്ടൊരു മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ കഥാപാത്രങ്ങളുടെ രൂപീകരണം, കഥാപാത്ര സൃഷ്ടി എന്ന് പറയുന്നൊരു പ്രക്രിയ
പിന്നെ നമ്മൾ ദൃശ്യമാധ്യമത്തിൽ പ്രത്യേകിച്ചും സീരിയലുകളിലും സിനിമയിലും ഉണ്ടാവുമല്ലോ. നേരത്തെ എഴുതിക്കൊണ്ടിരുന്ന ലേഖനങ്ങൾ മാത്രമായിരുന്നു, ഒരു ലീനിയർ ഒരു മേഖലയാണ്. ഇതിനകത്ത് കഥാപാത്രങ്ങളെ സൃഷ്ടിക്കേണ്ടി വരുന്നു. ആ ഒരു കല എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? നേരത്തെ അതിനുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ എഴുത്തുകാർക്കും ഇപ്പോൾ വേണമെന്ന് അറിയാമായിരിക്കും വേണം. പിന്നെ ഓരോ എഴുത്തുകാർക്കും ഇപ്പോൾ അഭിനേതാവ് തന്നെ ഓരോ അഭിനേതാക്കൾക്കും ഓരോ രീതിയാണ്. ചിലർ കഥാപാത്രത്തെ മനസ്സിലിട്ട് പഠിച്ച് ചെയ്യും, ചിലർ മറ്റ് കഥാപാത്രങ്ങളെ നിരീക്ഷിക്കും. പിന്നെ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു അല്പം ടഫായിട്ടുള്ള ഒരാളാണെങ്കിൽ അവരുടെ പ്രവൃത്തി എങ്ങനെയാണെന്ന് തീരുമാനിക്കും. ചിലർ വളരെ ഇതായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് ചെയ്യും. അങ്ങനെ അപ്പോൾ അങ്ങനെ പല രീതിയുണ്ട്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ഒരു സീരിയൽ തുടങ്ങാൻ പോകുന്നു. അതിൻ്റെ കഥയെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണയോടുകൂടി വരുന്നു. പിന്നീട് എഴുതി തുടങ്ങുമ്പോഴാണ് അതിൻ്റെ കഥാപാത്രങ്ങളും മറ്റും കൂടുതൽ. ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സീരിയലായിരുന്നു ഇന്ദുമുഖി ചന്ദ്രമതി എന്ന് പറയുന്ന മല്ലികാസുകുമാരൻ്റെ മഞ്ജുപിള്ള, ഒരു അമ്മായി മരുമകൾ കഥ. അതിൽ അമ്മായിയുടെയും മരുമകളുടെയും കഥയിൽ തുടങ്ങാം, ഒരു നർമ്മ പരമ്പര തുടങ്ങാം എന്നുള്ളതായിരുന്നു ആദ്യം. അതിൻ്റെ കൂടുതൽ അങ്ങോട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ല. അത് എഴുതി തുടങ്ങുന്നതോടുകൂടി ഇപ്പോൾ ഒരു എപ്പിസോഡ് കഴിയുന്നു, അടുത്ത എപ്പിസോഡ് ആകുന്നു. അപ്പോൾ അത് വരുമ്പോഴേ കഥാപാത്രങ്ങൾ വളരെ കൃത്യമായിട്ടുമൊക്കെ വന്നു പോവുകയാണ്. തിരുവനന്തപുരത്തെ ചിരിയരങ്ങുകളിലൊക്കെ ഒരുപാട് സജീവമായിരുന്നല്ലോ, എന്താണ് അതിൻ്റെ ഒരു കഥ? നർമ്മകേരളി ഹാസ്യ സാഹിത്യത്തിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു സംഘടന, ഒരു കൂട്ടായ്മയാണ്. കഥയരങ്ങും കവിയരങ്ങും എന്നൊക്കെ പറയും പോലെ ഈ ചിരി എഴുതുന്നവരുടെ ഒരു ചിരിയരങ്ങ്. സുകുമാർ സാറും മലയാറ്റൂർ രാമകൃഷ്ണൻ സാറ്, ജഗതി എൻ കെ ആചാരി സാറ്, കെ സേതുനാഥ് അദ്ദേഹം, അവരെല്ലാം കൂടി, വേലുകൃഷ്ണൻകുട്ടി സാറ്, അവരെല്ലാം കൂടി രൂപീകരിച്ചതാണ്. അതിൻ്റെ ഇടയിൽ ഇത് നർമ്മ ലേഖനങ്ങളുമൊക്കെ എഴുതി തുടങ്ങുന്ന അവസരങ്ങളിൽ ഞാനും അതിലെ അംഗമായി. ഇപ്പോൾ PC സനൽകുമാർ സാറുണ്ട്, ജേക്കബ് സാംസൺ ഉണ്ട്, സുകുമാർ സാർ എപ്പോഴും വളരെ സജീവമായിട്ട് സുകുമാർ സാറിൻ്റെ നേതൃത്വത്തിലാണ് അത് മുമ്പോട്ട് പോകുന്നത്. ഇത്രയൊക്കെ മീഡിയ മാധ്യമങ്ങൾ മാറി കമ്പ്യൂട്ടറും മൊബൈലും TV-യിലും ഒക്കെ കൂടി ചിരി കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ ആ നർമ്മകേരളി സദസ്സിന് ഇപ്പോഴും നിറഞ്ഞ ആസ്വാദകരാണ്. കൃത്യമായിട്ടൊരു കുടുംബ സദസ്സ് പോലെ എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ടൊരു സദസ്സ് വരികയും ചിരിയെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് വരുന്നൊരു ഘട്ടം, അപ്പോൾ ആദ്യത്തെ സിനിമ തന്നെ ജനപ്രിയമാകുന്നു, ഹിറ്റാകുന്നു. നിങ്ങളുടെ കൂട്ടുകെട്ടിലെ രണ്ട് തരത്തിലാവാം. ഒരു വേണമെങ്കിൽ അത് ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കത്തിലൂടെ വളരെ പദ്ധതിയൊക്കെ ഇട്ടിട്ട് കഥാപാത്രങ്ങളെ കഥാസന്ദർഭങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്ലൂക്ക് എന്ന രീതിയിലൊക്കെ വന്നതായിരിക്കും. എങ്ങനെയായിരുന്നു ആദ്യത്തെ സിനിമാ സംരംഭം? സജി സുരേന്ദ്രൻ ഞാനും കൂടി ഒരു സീരിയലിൻ്റെ, ഞങ്ങൾ മഹാത്മാഗാന്ധി കോളനിയിൽ വിജയ് തമ്പിയുടെ അസോസിയേറ്റ് ആയിരുന്നു സജി സുരേന്ദ്രൻ. അന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ്. അവസാന സീരിയൽ 2008 ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സീരിയലിൻ്റെ ഒരു ഉച്ചഭക്ഷണ ബ്രേക്കിൽ സജി സുരേന്ദ്രനും അനിൽ നായർ, ക്യാമറാമാൻ അനിൽ നായരുണ്ട്, ഞാനുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സജി പറയുന്നു, ചേട്ടാ ഇനി നമുക്കൊരു സിനിമയെക്കുറിച്ച് ചിന്തിക്കണം, നമുക്ക് സീരിയലിനോടൊപ്പം ഒരു സിനിമയെക്കുറിച്ചും ചിന്തിക്കണമെന്ന് പറയുന്നു. അത് വളരെ കാഷ്വലായിട്ട് അങ്ങ് പറഞ്ഞതാണ്. അനിലും പറയുന്നു ശരിയാണ്, അത് ഒരു സിനിമ ചെയ്യണം. എനിക്കും വളരെ സന്തോഷമായി. പിന്നീട് പെട്ടെന്നായിരുന്നു സജിയുടെ ഒരു ഗുണമായിട്ട് കാണുന്നത്, സജി എല്ലാം വളരെ ആഴത്തിൽ എടുക്കുന്ന ഒരിതാണ്. ഇപ്പം ഞാൻ എഴുത്തിൻ്റെ കാര്യത്തിൽ മടിയാണ്. ഞാൻ മിക്കവാറും സജിയോട് പറയും, അടുത്ത സ്ക്രിപ്റ്റ് റെഡിയെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതാൻ പോലും തുടങ്ങിയിട്ടില്ല. പക്ഷേ സജി വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാണ്. സജി അടുത്ത് അതിനുവേണ്ടി നമുക്കിനി കഥയ്ക്ക് വേണ്ടി നമുക്കൊന്നിരിക്കണമെന്ന് പറയുന്നു. ഒരു കഥയുടെ ഒരാശയം, അതായത് നേരത്തെ 22 വയസ്സിൽ വിവാഹം കഴിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ എന്നുള്ള രീതിയിൽ ഞാനത് പറയുന്നു. എല്ലാവർക്കും ഇഷ്ടമാകുന്നു. ഒരു 6-7 ദിവസം കൊണ്ട് അതിൻ്റെ കഥയും ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാകുന്നു. ഒരു പ്രൊഡ്യൂസറെ കിട്ടണം, കാരണം സീരിയൽ മേഖലയിൽ നിന്ന് വരുന്നവരാണ് പ്രൊഡ്യൂസർമാർക്ക്. തീർച്ചയായിട്ടും അത് ഞാനാണ് പ്രൊഡ്യൂസറാണെങ്കിൽ പോലും സംശയമായിരിക്കും. ഞാനും ഒരു സീരിയലിൽ നിന്ന് വരുന്നവർ എത്ര കഴിവ് തെളിയിച്ചവരാണെങ്കിലും വയ്ക്കാൻ 2-3 വട്ടം ആലോചിക്കും. കാരണം സിനിമ മറ്റൊരു ഗ്രാമറാണ്, സിനിമയുടെ ഗ്രാമർ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസറിനെ കിട്ടാൻ അല്പം പാടായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഒരു കസിൻ ഈ കഥ കേൾക്കുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമാകുന്നു, ഒരു ബിസിനസ്സുകാരനാണ്. കഥ ചെയ്യാം, സിനിമ ചെയ്യാമെന്ന് പറയുന്നു. പിന്നെ എല്ലാം വളരെ വേഗതയിലായിരുന്നു. ജയസൂര്യയോട് വളരെ നേരത്തെ അടുപ്പമുണ്ടായിരുന്നു. പറയുന്നു, ജയസൂര്യക്ക് കഥ ഇഷ്ടമാകുന്നു. പിന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് അതിൻ്റെ സംഭവിച്ചത്. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് സജിയുടെ വീടിനടുത്ത് തന്നെ ഒരു കൊച്ചു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ ഇരുന്നാണ് എഴുത്തും ബാക്കി കാര്യങ്ങളും തീർന്നത്. ഞാൻ അതിനു മുമ്പ് സിനിമയ്ക്ക് എഴുതിയിട്ടില്ല. സിനിമയുടെ ഒരു ഗ്രാമറും എനിക്ക്, പക്ഷേ ഞാനൊരു സിനിമ പ്രേക്ഷകനായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിരന്തരം സിനിമ കാണുന്ന ആളായതുകൊണ്ട് സിനിമ സ്ക്രിപ്റ്റിനെക്കുറിച്ച്, തിരക്കഥയെക്കുറിച്ച് അബോധ മനസ്സിൽ ഒരു ഇതുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ജനപ്രിയ സിനിമയുടെ അത് ചേരുവകളെ കുറിച്ച് പല പ്രേക്ഷകരെയും പോലെ എനിക്കും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ എഴുതുന്നു, 19 സീൻ ഉണ്ടായിരുന്നു. ഇവർ വായതരായാൽ ഞങ്ങൾ മാത്രമാണത് വായിക്കുന്നത്. വായിച്ച് ഞങ്ങൾ തന്നെ ഒരു വിശകലനം നടത്തി അങ്ങോട്ടിറങ്ങിയാണ്. മറ്റാരെയും
ചില്ല എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടിയൊന്നും പറയുന്നതല്ല. തീർച്ചയായിട്ടും സ്ക്രിപ്റ്റൊക്കെ പലരെയും കാണിച്ച് തന്നെ വേണം നീങ്ങാൻ. പക്ഷേ അന്നത്തെ ആ പരിമിതിക്കിടയിൽ ഞങ്ങൾ തന്നെ വായിച്ചു, ഞങ്ങൾക്ക് തൃപ്തിപ്പെട്ടു, അതങ്ങ് സിനിമയിലേക്ക് വന്നു, സിനിമയാകുന്നു. അത് പ്രേക്ഷകർ വളരെ ഇതോടുകൂടി ചില കുറ്റങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം, എന്തായാലും വളരെ ആദ്യ സംരംഭം എന്നുള്ള നിലയ്ക്ക് വളരെ നല്ല പ്രതികരണം ലഭിച്ചു. അങ്ങനെ ഒരു ടീം മുഴുവൻ, അപ്പോൾ സീരിയലിൽ നിന്നൊന്ന് ഒരു ടീം ഒരുമിച്ച് സിനിമയിൽ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വിജയിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ പിന്നെ സിനിമയിൽ വളരെ എളുപ്പമാണ്. വളരെ പിന്നീട് അടുത്തടുത്ത പടങ്ങൾ ചെയ്യുന്നു. അതിരിക്കട്ടെ, ഈ വിജയമാണ് എന്ന് ഒരു സിനിമ, നമ്മൾ ആദ്യം ചെയ്ത സിനിമ എന്തായാലും ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അത് വിജയമാണ്. വിജയങ്ങൾ താങ്ങാനും ഒരു പ്രയാസമെന്ന് പണ്ട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് സിനിമയിൽ. പരാജയങ്ങൾ പിന്നെ സഹിക്കാൻ പറ്റും, വിജയങ്ങളൊക്കെ ഇങ്ങനെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയുണ്ട്. എന്തായിരുന്നു അന്നത്തെ ഒരു റെസ്പോൺസ് മൊത്തം? ഞാൻ എഴുതുന്ന ലേഖനം പോലും എനിക്ക് വായിച്ചു നോക്കാൻ ഒരു ടെൻഷനാണ്. കാരണം ഇത് വായനക്കാർ ഇതെങ്ങനെ എടുക്കുമെന്നുള്ളത്. ആദ്യ ദിവസം ഞാൻ ആ സിനിമയ്ക്ക് പോയില്ല. ഇവർ വായതരായാലും സജിയും അനിരുദ്ധാരും എന്നെ നിർബന്ധിച്ചു, കൃഷ്ണേട്ട വന്നേ പറ്റുള്ളൂ, നമുക്ക് ആ സിനിമ കാണണമെന്ന്. പക്ഷേ എനിക്ക് എന്തോ ഒരു ധൈര്യക്കുറവ്. കാരണം തിരക്കഥയാണ് പലതിൻ്റെ അതിൽ നിന്നാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഞാൻ പോയില്ല. എൻ്റെ മകൻ, പിന്നീടുള്ള എല്ലാ സിനിമയ്ക്കും അങ്ങനെയാണ്, മകനാണ് പോകുന്നത്, ഒന്ന് പറയുന്നത്. ഒരു ഇൻ്റർവെല്ലിൽ അവൻ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, ഇവിടെ എങ്ങനെ പോകണം, കൂവലൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അച്ഛാ കുഴപ്പമില്ല, നല്ല ചിരിയൊക്കെ ഉണ്ടെന്നാണ് ഉണ്ട്. പിന്നെ മകനാകുമ്പോൾ കുറച്ചൊന്ന് ഉയർത്തി പറയുമല്ലോ, ഞാൻ പറഞ്ഞ വാചകങ്ങളെല്ലാം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലൊക്കെ പറഞ്ഞൊന്ന് ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് സെൻട്രൽ പിക്ചേഴ്സ്, അദ്ദേഹമായിരുന്നു എൻ്റെ വിതരണക്കാരൻ. എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ആ പടത്തിൻ്റെ വിജയത്തിൽ ആ വിതരണക്കാർ, സെൻട്രൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഞങ്ങൾ ഷാജി സാറെന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പിന്തുണ ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. പുള്ളി വിളിച്ചു പറഞ്ഞു, കൃഷ്ണ പോയില്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോയില്ല, എനിക്ക് ധൈര്യക്കുറവാണ്, ധൈര്യമായിട്ട് പൊയ്ക്കോ, എല്ലായിടത്തുനിന്നും നല്ല റിപ്പോർട്ടാണ്, ഒരു കുഴപ്പമില്ല, ഫസ്റ്റ് ഷോയ്ക്ക് തീർച്ചയായിട്ടും പോകണമെന്ന് പറയുന്നു. അങ്ങനെ അത് ഫസ്റ്റ് ഷോ ആണ് കണ്ടത്. നിറഞ്ഞ ചിരി ശ്രീകുമാർ തിയേറ്ററിലാണ് ഞാൻ കണ്ടത്. ചിരിയായിരുന്നു ഞാൻ എഴുതിയ. അപ്പം എല്ലാവരെയും സംബന്ധിച്ച് ഇപ്പോൾ ആദ്യ സംഗതി എന്തായാലും അതൊരു വലിയ ആഹ്ലാദജനകമായ മുഹൂർത്തമാണ്. ഞാൻ എഴുതിയ തിരക്കഥ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തത്, ഞാൻ എഴുതിയതല്ല, ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഒരു സിനിമ ചിരിയോടും അല്പരസത്തോടു കൂടി സ്വീകരിക്കുന്നത് സന്തോഷത്തോടെ ആണ് കണ്ടത്. അല്ല, അതൊരു വലിയ അനുഭവമാണ്. കാരണം ടെലിവിഷൻ സീരിയലിലെ പ്രേക്ഷകരുടെ ഒരു മാസ് റെസ്പോൺസ് ഒരിക്കലും കിട്ടില്ലല്ലോ. അത് ഇൻഡിവിജ്വലായിട്ട് ആൾക്കാരെ കാണുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ റെസ്പോൺസ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഒരു വലിയ സദസ്സിൻ്റെ കൂടെ ഇരുന്നിട്ട് നമ്മൾ എഴുതിയ ഓരോ വാക്യത്തിലും ചിരി വരുമ്പോൾ തോന്നുന്നത് വലിയൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മൾ എഴുതിയത് രണ്ടാമത്തെ റെസ്പോൺസ്, അതായത് ചിരി അല്ലാത്തൊരു റെസ്പോൺസ് ഉണ്ടല്ലോ, ഇതിൻ്റെ നെഗറ്റീവ് റെസ്പോൺസ് വരുമ്പോൾ നമുക്ക് അതുപോലെ ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ ഈ രണ്ടിതും ഒരു സിനിമയിൽ നിന്ന് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് സീരിയലിൽ നിന്ന് കിട്ടില്ല, നമുക്കറിയാൻ പറ്റില്ല ഇതെങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ളത്. തിയേറ്ററിൽ അതിൻ്റെ വ്യക്തമാണ്, നമ്മുടെ കാതുകളിൽ അത് വന്ന് വീഴും. എപ്പോഴെങ്കിലും ഈ റൂട്ടൊന്ന് മാറി ചിന്തിക്കാൻ, അതായത് ഒരു ചിരി എഴുത്തുകാരനായി ഇപ്പോൾ കൃഷ്ണ പൂജപ്പുര എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതുന്ന സിനിമയാണെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഇതായിരിക്കും എന്നൊരു മുൻധാരണയോടുകൂടി പ്രേക്ഷകർ കാണുന്നൊരു അവസ്ഥ ഉണ്ടാവില്ലേ? അപ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കാനും വേറൊരു ഗതിയിലേക്ക് പോകാനൊക്കെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അത് വലിയ ഇതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് ഈ ജെയിംസ് ഏർലി ചേസിൻ്റെ എനിക്കൊരു കുറ്റാന്വേഷണ കഥ എഴുതണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിഞ്ഞൂടാ. കാരണം അത് ഈ സിനിമ പറയുമ്പോൾ അത് എഴുതാൻ, അത് ചെയ്യിക്കാൻ ഒരു പ്രൊഡ്യൂസർ തയ്യാറാകണം, സംവിധായകൻ വേണം. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്. എപ്പോഴും മാറി ചിന്തിക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ച്, കലയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും താല്പര്യമുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ തോന്നും അതല്ല, നമുക്ക് ഇത് തന്നെ മതി. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ വൈകി സിനിമയിൽ വന്ന ആളാണ്. എന്ന് വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞാൽ നല്ല പ്രതിഭയുടെ ഒരു പൂക്കാലം എന്ന് പറഞ്ഞാൽ 20കൾ അല്ലെങ്കിൽ 30 വയസ്സിനൊക്കെ മുമ്പ് അല്ലെങ്കിൽ 35 വയസ്സിനൊക്കെ മുമ്പാണ് സിനിമയുടെ ഒരു പുഷ്കല എന്ന് വെച്ചാൽ തലച്ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കുന്ന സമയം. ഞാൻ വന്നത് വളരെ വൈകിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചുരുങ്ങിയ സമയത്ത് ഉള്ളിൽ വൈവിധ്യങ്ങൾക്ക് ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇല്ല, നർമ്മം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നതല്ല നർമ്മമാണെന്നല്ല, നർമ്മത്തിൽ മാത്രം അതിൻ്റെ ഒരു വ്യത്യസ്ത ഭാവങ്ങളിലുള്ള സിനിമകൾ മാത്രം ആകുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ വിചാരിക്കും ഇല്ല, അത് കുറച്ചൊരു വ്യത്യാസമായിട്ടൂടെ ചിന്തിക്കണം, എത്ര സിനിമ ചെയ്യാൻ പറ്റുമെന്നല്ല, പക്ഷേ ചെയ്യുന്നത് വേറെ തലങ്ങളിൽ നിന്നാകണമെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ചിന്ത പോലെയൊക്കെ നടക്കണമെന്നില്ല. നിലവിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സിനിമകളെല്ലാം ഒരു ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്റ്റുകളാണ്. ഇതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ട് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സറ്റയർ, ആ രീതിയിലുള്ള ഒരു സിനിമയെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളത് വളരെ സജീവമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം അത്തരത്തിലൊരെണ്ണം ഞങ്ങൾ ഒരു സറ്റയർ, ഒരു രാഷ്ട്രീയ സാമൂഹ്യ ആക്ഷേപഹാസ്യ സിനിമയ്ക്കുള്ള ഒരുക്കമാണ് ഈ പറയുമ്പോൾ. അത് വിജയിപ്പിക്കുക വളരെ, കാരണം സന്ദേശം പോലുള്ള ചിത്രങ്ങൾ വളരെ ഗംഭീരമായിട്ട്, പഞ്ചവടിപ്പാലം പറഞ്ഞ് വളരെ മനോഹരമായിട്ട് വിജയിപ്പിച്ച അവരൊരു പ്രേക്ഷകരുമാണ്, വിജയിപ്പിച്ച സാങ്കേതിക വിദഗ്ധരും ഉള്ള ഇതാണ് മലയാളം. അപ്പോൾ അങ്ങനെ ഒരിടത്തേക്ക് അടുത്തൊരു സിനിമ വയ്ക്കുമ്പോൾ വളരെ, കാരണം അത്തരം ഒരു സിനിമ വളരെ ഉത്തരവാദിത്വമുണ്ട്, വളരെ കൃത്യമായിരിക്കണം. നമ്മൾ ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞ് വെറുതെ ഡയറക്റ്റായിട്ട് കുറേ
ഡയലോഗുകൾ എഴുതിയിട്ട് ആക്ഷേപഹാസ്യമാവില്ല. അപ്പോൾ അത് വളരെ പണിയെടുക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അടുത്ത വർഷം മിക്കവാറും ഒരു ആക്ഷേപഹാസ്യ സിനിമ വന്നേക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റ് ഏതാണ്? അടുത്തത് സജി സുരേന്ദ്രനോടൊപ്പം തന്നെ കുഞ്ഞളിയൻ എന്നാണ് പേര്. അത് ഉദാഹരണമായിട്ട് ഇപ്പം എൻ്റെ ഒരു ബന്ധു, നമ്മുടെ ഒരു ബന്ധു കളക്ടറോ IAS കാരനോ ഒക്കെ ആണെന്നിരിക്കട്ടെ, നമ്മുടെ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്ന് കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് അവരുടെ കാറിലുമൊക്കെ വന്നിറങ്ങിയിട്ട് നേരെ നമ്മുടെ അടുക്കളയിലേക്ക് അങ്ങ് വരുന്നു. ചേച്ചി കുറച്ച് ആഹാരം എടുക്കണമെന്ന് പറഞ്ഞ് വരുന്നു. അദ്ദേഹം തന്നെ കല്ലത്തിൻ്റെ മൂടി വെക്കുന്നു, കൈയിട്ട് കപ്പയോ മറ്റോ എടുത്തിട്ട് നമ്മൾ പറയും എന്തൊരു എളിമ, നമുക്ക് വലിയ സന്തോഷമായിരിക്കും. അങ്ങനെ കളക്ടർ നേരെ മറിച്ച് അതേ സ്ഥാനത്ത് ഒരു ജോലിയില്ലാത്ത നമ്മുടെ മറ്റൊരു ബന്ധു തന്നെ ഇതേ കാര്യം ചെയ്തെന്നിരിക്കട്ടെ, നേരെ വരികയും അടുക്കളയിൽ വരികയും നമുക്ക് പിടിക്കുക, നമ്മൾ ചിലപ്പോൾ അവനെ ചെകിട്ട് തടി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വസ്ത്രത്തിലോ ഉദ്യോഗത്തിലോ കാശിലോ ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാശില്ലായിരുന്നപ്പോൾ ഒരു പയ്യൻ ചെറുപ്പക്കാരൻ അനുഭവിച്ചത്, അദ്ദേഹം കാശുണ്ടെന്ന് വിശ്വസിപ്പിച്ച് കാശ് ഉണ്ടെന്നുള്ള ഒരു രീതിയിൽ ഒരു നാട്ടിൽ വരുമ്പോൾ ആ നാടിൻ്റെ മാറ്റമൊക്കെ കൂടി ചേർന്നുള്ള കുഞ്ഞളിയൻ എന്നുള്ള സിനിമയാണ്. സജി സുരേന്ദ്രനാണ് സംവിധായകൻ. ഞങ്ങളുടെ ആ പഴയ ടീം തന്നെയാണ്. അപ്പോൾ ഈ ജയസൂര്യ മിക്ക സിനിമകളും ജയസൂര്യ തന്നെയായിരുന്നു നായകൻ. അധിക സിനിമയിലും ജയസൂര്യയാണ്. ജയസൂര്യയായിട്ടുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എനിക്ക് കൂടുതൽ ഇഷ്ടം കഥാപാത്രം ആയിട്ട് വരുന്ന നടൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് എഴുതാനാണ്. പലർക്കും കഥാപാത്രത്തെ മാത്രം മനസ്സിൽ കണ്ട് എഴുതുകയാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതി. പലരും ജീനിയസുകൾ ചെയ്യുന്നത് അങ്ങനെയാണ്, പിന്നീട് താരത്തിലേക്ക് പോകും. പക്ഷേ എന്നെ സംബന്ധിച്ച് താരം ഇന്നാരാണെന്ന് അറിഞ്ഞാൽ അവരുടെ മാനറിസങ്ങളും അവരുടെ രീതികളും ഒക്കെ കൂട്ടിച്ചേർക്കാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നു. അപ്പോൾ ദിലീപാണ്, അല്ലെങ്കിൽ ജയറാമാണ്, ജയസൂര്യയാണ് ഈ കഥാപാത്രമെങ്കിൽ അവരുടെ രീതികൾ കൂട്ടിച്ചേർക്കാൻ എളുപ്പമാണ്. അപ്പം ജയസൂര്യ തീർച്ചയായിട്ടും ആദ്യ സിനിമയിലെ നായകനാണ്. അപ്പോൾ ആദ്യ സിനിമയിൽ നായകനായിട്ട് ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ ഒത്തിരി വളരെ പുതിയതായിട്ട് വരുന്ന ഒരു ടീമിന് ഒരു നായകൻ ചിലപ്പോൾ അങ്ങനെ അങ്ങ് ഡേറ്റ് കൊടുക്കണമെന്നില്ല. പക്ഷേ ജയസൂര്യ നമ്മുടെ കഥ വായിച്ച് കഥ കേട്ട് വളരെ ഇഷ്ടപ്പെട്ട് ആദ്യം വളരെ സന്തോഷത്തോടുകൂടി ഡേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ അന്ന് മുതലൊരു സൗഹൃദം ഞങ്ങൾക്ക് എല്ലാവർക്കും ജയസൂര്യ ഉൾപ്പെടെ ജയസൂര്യ, സജി, ഞാനൊക്കെ ഒരു സൗഹൃദമുണ്ട്. ഏത് കലയും എന്ത് രീതിയായാലും അതൊരു സൗഹൃദത്തിൻ്റെ ബലമുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം ജയസൂര്യയുമായിട്ടുള്ള സൗഹൃദമാണ് അടുത്ത സിനിമകൾ ആലോചിക്കുമ്പോൾ ജയസൂര്യയോട് ഡേറ്റ് ചോദിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ഡേറ്റ് തരാൻ ജയസൂര്യ സന്മനസം കാണിക്കുന്നതുമൊക്കെ ആ ഒരു പരസ്പര വിശ്വാസമാണ്. അതായത് ഈ സൗഹൃദ കൂട്ടായ്മയിൽ നിന്ന് വളരെ വ്യത്യസ്തങ്ങളായി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഒരു പൊളിറ്റിക്കൽ സറ്റയറോ ഹാസ്യത്തിൻ്റെയും മറ്റ് ജാനേഴ്സിൻ്റെയും കുറ്റാന്വേഷണങ്ങളുടെയൊക്കെ വളരെ വ്യത്യസ്തമായ മേഖലകളിലൂടെ സഞ്ചരിക്കാൻ ചേട്ടന് കഴിയട്ടെ ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.